അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായി കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണിത്. ഇനി അതൊരു കുക്കറിലോട്ട് മാറ്റാം. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ, അതിതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഉപ്പാണ്. പിന്നീട് ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി, നോർമൽ ചില്ലി പൗഡർ, അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയാണിത്. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ അത്രയും തന്നെ പെരുംജീരകം ക്രഷ് ചെയ്തത്, അല്ലെങ്കിൽ പൊടിയായാലും കുഴപ്പമില്ല. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായി തിരുമ്മി മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലിൽ എനിക്കിതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഉരുളി ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഞാൻ നടുക്ക് കീറിയതാണ്, അതിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് തുടങ്ങുമ്പോൾ അതിലോട്ട് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് എല്ലാം കൂടെ ഒരു പച്ചമണം മാറി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ ഇവിടെ എല്ലാം നന്നായി മൂത്ത് അറോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് നാളികേരക്കൊത്താണ് കേട്ടോ. ഈ നാളികേരത്തിൻ്റെ പീസസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒരു 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഈ കോക്കനട്ട് പീസസ് ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോൾ അതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അത് ഗ്രേവിയോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് വരട്ടിയെടുക്കണം. ആ ചാറൊക്കെ നന്നായി വറ്റിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കണം കേട്ടോ, അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഈ ഒരു സമയം ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടി അല്പം കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കറി ലീവ്സ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കോക്കനട്ട് ഓയിൽ കുറച്ചായി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം. ഗ്രേവിയൊക്കെ നന്നായി വറ്റി ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് വേണം നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും. ഫൈനലായിട്ട് കുറച്ച് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഒക്കെ ഒന്ന് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ, കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ നാളികേരക്കൊത്തിട്ടിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.